എന്ത് വൃത്തികെട്ട നാടകം ഇത്. ഇതൊക്കെ സ്ക്രിപ്റ്റിൽ തന്നെ ഉള്ളതാണോ? ഓ, കുറച്ചു ദിവസം ഇതൊന്നും നീ വീട്ടിൽ പറയരുത് ജൂലിയറ്റ്. സമയവും കാലവും ഒത്തുവരുമ്പോൾ നമുക്കെല്ലാം എല്ലാവരോടും വെളിപ്പെടുത്താം. രാത്രിവേളകളിൽ നമുക്ക് പൂന്തോട്ടങ്ങളിൽ വെച്ച് കണ്ടുമുട്ടാം. ഡ്യൂപ്ലിക്കേറ്റ് വിഷം എന്തിനാ കല്യാണി നീ കുടിക്കുന്നത്? നല്ല കലർപ്പില്ലാത്ത വിഷം തന്നെ കുടിക്ക്. എന്നാലല്ലേ എല്ലാത്തിനും ഒരു ഒറിജിനാലിറ്റി ലഭിക്കൂ. നാടകകൃത്ത് ഉദ്ദേശിച്ചതുപോലെ ഒരു ട്രാജഡി ക്ലൈമാക്സ് തന്നെ വേണം നാടകത്തിന്. ദുരന്തം, ദുരന്ത നാടകം. ഫാദർ, എല്ലാം നശിച്ചു. എന്റെ ജീവിതം തന്നെ തകർന്നു. എന്തു പറ്റി മകളെ? എന്റെ അമ്മാവൻ റോമിയെ വധിക്കാൻ ശ്രമിച്ചു. റോമിയോ അദ്ദേഹത്തെ കുത്തിക്കൊന്നു. 2 കുടുംബങ്ങളും പരസ്പരം രക്തച്ചൊരിച്ചിൽ നടത്തിയാൽ അതിന് കാരണക്കാരനായവനെ വധിക്കുമെന്നല്ലേ രാജകൽപ്പന. അതുകൊണ്ട് റോമിയോ നാട് വിട്ടിരിക്കുകയാ. എപ്പോ തിരിച്ചു വരുമെന്ന് അറിയില്ല. റോമിയോ വാക്ക് തെറ്റിക്കുന്നവനല്ല. തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അവൻ തിരിച്ചു വരും. നിന്നെ ഒഴിവാക്കി അവൻ എവിടെയും പോവില്ല. പക്ഷേ എന്റെ വീട്ടിൽ എനിക്ക് വേറെ വിവാഹം ഉറപ്പിച്ചിരിക്കുക. 2 ദിവസങ്ങൾക്കുള്ളിൽ എന്റെ വിവാഹമാണ്. അങ്ങേക്കറിയാലോ ഫാദർ, അങ്ങയുടെ കാർമ്മികത്വത്തിലല്ലേ ഞാനും റോമിയോയും തമ്മിൽ വിവാഹം കഴിച്ചത്. ഇനി ഞാൻ എങ്ങനെ മറ്റൊരാളെ വിവാഹം കഴിക്കും? അതിലും ഭേദം മരണമല്ലേ ഫാദർ? നീ എവിടെ പോയിരുന്നു? ഞാനേ സ്ക്രിപ്റ്റ് ഒന്ന് തിരുത്താൻ പോയതാ. എന്ത്? ആന്റി, കണ്ണ് വെട്ടിക്കാതെ സ്റ്റേജിലേക്ക് തന്നെ നോക്കിയിരുന്നോ? ഞാൻ ചെയ്ത കാര്യം അരങ്ങിൽ ആന്റിക്ക് കാണാൻ പറ്റും. ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. നീ നിന്റെ മാതാപിതാക്കളോട് വിവാഹത്തിന് സമ്മതമാണെന്ന് പറയുക. എന്നിട്ട് അവരുടെ മുന്നിൽ സന്തോഷവതിയായി അഭിനയിക്കുക. ഞാൻ ഒരു വിഷം കലർന്ന ഔഷധം നിനക്ക് തരാം. നീ ആ ഔഷധം സേവിക്കുന്ന നിമിഷം മുതൽ ഏതാണ്ട് മരിച്ചതുപോലെ തന്നെ നിലം പതിക്കും. നിന്റെ ശ്വാസോച്ഛ്വാസം പോലും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഫാദർ, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? റോമിയോടൊപ്പം ഒരു നല്ല ജീവിതം ആഗ്രഹിച്ച എന്നെ മരണത്തിലേക്ക് തള്ളിവിടുകയാണോ? എന്റെയും ആന്റിയുടെയും തീരെ തലവേദനയായ ആ കല്യാണി ഇപ്പൊ അഭിനയിക്കല്ല, ജീവിക്കുക. ആരെങ്കിലും അവള് ജീവിച്ച് മരിക്കാൻ പോവാ. എനിക്ക് മനസ്സിലായില്ല. നോക്കിക്കോ, മനസ്സിലാവും. ക്ഷമയോടെ ഞാൻ പറയുന്നത് കേൾക്കൂ. നീ മരിച്ചു എന്ന് കരുതി നിന്നെ സംസ്കരിക്കാനായി അവർ നിന്നെ ഈ പള്ളിയിലേക്ക് കൊണ്ടുവരും. ഞാൻ നൽകുന്ന ഈ ഔഷധത്തിന്റെ ശക്തി 40 മണിക്കൂർ മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നീ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അപ്പോഴേക്കും ഞാൻ റോമിയോയെ വിവരം അറിയിച്ചിട്ടും ഉണ്ടാവും. രഹസ്യമായി ഞാൻ നിന്നെ റോമിയുടെ അരികിലേക്ക് എത്തിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾ രണ്ടുപേരും സുഖമായി ജീവിക്കും. റോമിയോടൊപ്പം ജീവിക്കാനായി ഞാൻ എന്തിനും തയ്യാറാണ് ഫാദർ. ഇതാ
ഈ വിഷം സ്വീകരിക്കൂ ജൂലിയറ്റ്. അത് കുടിക്കുന്നതോടുകൂടി അവൾ തീരും. നമ്മുടെ ഈ തലവേദന എന്നേക്കുമായി ഒഴിയും. അതിന് വേണ്ടത് ആ കുപ്പിയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. റോമിയോ, നിന്നെ എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കടുങ്കൈ ചെയ്യുന്നത്. വീണ്ടും നിന്നോടൊപ്പം ജീവിക്കാൻ വേണ്ടിയാ ഞാൻ ഈ വിഷം കഴിക്കുന്നത്. നമ്മൾ എന്നേക്കുമായി ഒന്നിക്കാൻ വേണ്ടിയാ ഞാൻ ഈ കഷ്ടപ്പാടെല്ലാം സഹിക്കുന്നത്. എല്ലാം നിനക്ക് വേണ്ടിയാണ് റോമിയോ. ഇതെല്ലാം നിനക്ക് വേണ്ടി മാത്രമാണ്.